കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. കിടക്കാൻ പോണ സമയത്ത് മിത്രയും ആരും തമ്മില് പൊരിഞ്ഞ യുദ്ധമാണ് ബെഡ്റൂമിൽ നടക്കുന്നത്. കാരണം ഒരാള് പറയുന്നു തനിക്ക് ബെഡേ കയറി കിടക്കണമെന്ന്, അടുത്തയാള് പറയുന്നു തനിക്ക് കയറി കിടക്കണമെന്ന്. അങ്ങനെ അതിന്റെ പേരില് രണ്ടുപേരും കൂടെ തലയണ പോരാട്ടം നടത്തുന്നുണ്ട്. ഈ സമയത്ത് മിത്ര പറഞ്ഞു, ഇന്നലെ നീ അല്ലേ ബെഡിൽ കയറി കിടന്നേ, ഇന്ന് എനിക്ക് കിടക്കണോന്ന് പറയാ. ഇത് കേട്ടത് ആരും പറഞ്ഞു, അങ്ങനെ ഇപ്പൊ നീ കയറി സൂയിക്കേണ്ട, മര്യാദയ്ക്ക് വേണമെങ്കിലേ താഴെ കിടന്നാ മതി എന്നും പറയണം. ഇത് കേട്ടത് മിത്രയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന് മിത്ര ബെഡിലേക്ക് കയറി ഇരിക്കുമ്പോഴത്തേനും ആരും ഒറ്റ തൊഴി കൊടുത്തു. അവൾ ഇട്ട പൊത്തെന്ന് പറഞ്ഞ് നിലത്ത് കിടക്കുവാണ്. ആരും പറഞ്ഞു, നീ അവിടെ കിടന്നാ മതി എന്ന് പറയണം. മിത്രയ്ക്ക് ദേഷ്യം വന്നു. ഒരു ദിവസം വരൂടാ, നീ ഞാൻ കാണിച്ചു തരാന്ന് പറയണം. ഈ മിത്ര ആരാ നിനക്ക് ശരിക്കും അറിയത്തില്ല, ഈ മിത്രയുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല എന്ന് പറയാം. അതെ, അതൊക്കെ കൃഷ്ണമംഗലത്ത് വെച്ചാൽ മതി, ഇത് ദേവമംഗലമാണ്, ഇവിടെ ഞാൻ പറയുന്നതാണ്. അറിയാലോ, ഞാൻ പറയുന്ന അനുസരിച്ച് എന്റെ മോള് മുന്നോട്ട് പോയാൽ മതി, കൂടുതലും കൂടെ ഭരിക്കാൻ വരണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം. മിത്ര പറഞ്ഞു, എനിക്കറിയാടാ, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അത് കേട്ടത് ആര്യം പറഞ്ഞു, അതേലോ മനസ്സിലായാലോ, എന്നാ പിന്നെ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. ഈ സമയത്ത് ബാലൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അങ്ങനെ ബാലൻ മുറിയിലിരുന്ന് കഴിയുമ്പോൾ ഗോമതി കുറച്ച് ചൂടുവെള്ളമൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. എന്തു പറ്റി ബാലേട്ടാ, മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കും. എന്ത് ചെയ്യാനാ, ഓരോന്നൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും ഒരു സമാധാനം കിട്ടുന്നില്ല ഗോമതി എന്ന് പറയാം. എന്തിനാ ബാലേട്ട ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടേ, അതിന്റെ കാര്യം വല്ലതുണ്ടോ? ബാലേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്താണെങ്കിലും ഇത്രയും ആരും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു, ഇനിയിപ്പം അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഇനിയിപ്പോ ഉടനെ ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ ബാലേട്ടൻ ടെൻഷൻ അടിക്കണേ? അതൊന്നും അല്ല എന്റെ ഇപ്പോഴത്തെ പ്രശ്നം. ആ പണവും തിരികെ കൊടുക്കണം, അതോടൊപ്പം തന്നെ സ്വർണവും തിരികെ കൊടുക്കണം. ആരിനെന്തോ ഒരു അഴിഞ്ഞ മട്ടാണ്. അവനോട് ആ സ്വർണത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ അവൻ വ്യക്തമായിട്ടൊരു മറുപടിയും പറയുന്നില്ല. ആ സ്വർണം എന്ത് ചെയ്തു, ഇനിയിപ്പോ വല്ലവരും മോഷ്ടിച്ചോണ്ട് പോയാ അതൊന്നും പറയുന്നില്ല. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ഗോമതി ഒളിഞ്ഞു. ഒരു പക്ഷേങ്കിൽ ആരെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോയതായിരിക്കോ. എങ്ങനെയാണ് അവന് വാ തുറന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാലോ, കള്ളനെ പിടികൂടുകയല്ലേ. ഇതിപ്പം കൃഷ്ണമംഗലംകാർ ചോദിച്ചുമ്പോ എന്താ പറയണേ, ഞാനും കൂടെ കള്ളനായിക്കൊണ്ടിരിക്കുവല്ലേ. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ഇത്രയും കാലം ഇങ്ങനെ കള്ളനെന്നത് പേരൊന്നും കേട്ടിട്ടില്ല. എന്റെ മനസ്സിന്റെ വേദന എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു അവനെക്കുറിച്ച്. കളക്ടർ ആകണം, അങ്ങനെ ഈ വീടിന്റെ മുന്നിൽ വലിയ ബോർഡ് തൂക്കണം, എല്ലാം പോയില്ലേ എന്ന് പറയണം. ഇങ്ങനൊന്നും പറയല്ലേ, ഇനി സമയമുണ്ടല്ലോ, അവൻ എന്താണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ എന്ന് പറയാം. കല്യാണം കഴിഞ്ഞിട്ട് ഇനി അവൻ പഠിക്കാൻ പോകാനായിട്ട്. എന്താ ബാലേട്ട ഇങ്ങനെ പറയുന്നേ, അവൻ പഠിക്കട്ടെ, അവനും ഇത്രയും കോളേജിൽ പോട്ടെ. എന്താണ് ഉറപ്പായിട്ടും അവനും ബാലേട്ടൻ പറഞ്ഞോളെ തന്നെ പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നേ. നമ്മുടെ തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? അല്ലെങ്കിൽ കല്യാണമാ, അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, അല്ലെ അച്ഛ ഒന്ന് അനുഗ്രഹിക്കണം, ഒരു വാക്കെങ്കിലും അവൻ പറഞ്ഞോ, അല്ലെ മിത്രയായിട്ട് ഇഷ്ടത്തിലാന്ന് പറഞ്ഞോ. അങ്ങനെ എന്തേലും ഒരു വാക്ക് പറയുമായിരുന്നെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഇതൊന്നും പറയാതെ അവന്റെ തോന്നിയാസം അവന് കല്യാണം കഴിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. ഇപ്പോഴെന്റെ സ്വർണത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഇങ്ങനെ പറയണു, ഇത്രയും കാലമായി ഇന്ന് വരെ ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് ഒരു തരി പൊന്നോ അല്ലെങ്കിൽ ഇച്ചിരി പണവോ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ലോ. നിനക്കറിയാവുന്ന കാര്യമല്ല ഗോമതിന്ന് ചോദിക്കുക. എനിക്കതൊക്കെ അറിയാൻ പാലേട്ടാ, പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, ഇപ്പൊ നമ്മളെപ്പോലെ അല്ലല്ലോ അവര് മക്കളൊക്കെ. അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പണം വേണം, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലെ തലമുറ മാറിക്കൊണ്ടിരിക്കുവല്ലേ എന്ന് പറയാം. എന്തൊക്കെയാണല്ലോ എനിക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. എന്ത് കാണിച്ചിട്ടാണല്ലോ ശരി, ആ സ്വർണം അങ്ങ് തിരികെ കൊടുക്കാൻ പറയണമെന്ന് പറയാം. ഈ സമയം കോമതി പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ബാലേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ബാലേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. എങ്ങനെ ഉറങ്ങാനാ ഗോമതി, കിടന്നാലൊന്നും ഉറക്കം വരണ്ടേ? കണ്ണടച്ച് കഴിയുമ്പോഴത്തേനും പല പല ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുന്നേ. ആകാശിനെ കുറിച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് അങ്ങനെയായിപ്പോയി. ഇപ്പൊ ആര്യനും ഇനി ആകെപ്പാടെയുള്ള ആനന്ദ. അവനാണെങ്കിലോ ഒരു കുറെ കല്യാണം ആലോചിച്ചിട്ട് കല്യാണം നടക്കുന്നുമില്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ ദേവമംഗലം അങ്ങ് വിറ്റാലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഗോമതി, എന്താ ബാലേട്ട പറഞ്ഞേ, ദേവമംഗലം വിൽക്കാനോ? ഇതെന്താ പറ്റി ബാലേണ്ണ, സമനില തെറ്റുമെന്ന് ചോദിക്കും. ഞാൻ ശരിക്കും ആലോചിച്ചെടുത്തൊരു തീരുമാനം തന്നെയാ ഗോമതി ഇത്, അല്ലാതെ പെട്ടെന്ന് എടുത്ത തീരുമാനമല്ല. ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൃഷ്ണമംഗലംകാരുമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളും തീരത്തില്ല. അത് മാത്രമല്ല അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, മിത്രയ്ക്കാണെങ്കിലും വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ദേവമംഗലം വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഒരു ചെറിയ വീടും ഇച്ചിരി സ്ഥലവും മേടിച്ചാൽ മതി. എനിക്ക് അതിനോട് താല്പര്യം എന്ന് പറയണം. അപ്പൊ നമ്മുടെ കടയുണ്ടല്ലോ, കുഴപ്പമില്ല, എന്തായാലും ഇവിടെ നിന്നും മാറി താമസിക്കാന്ന് ഞാൻ പറയണം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, വേണ്ട ബാലേട്ട, ദേവമംഗലം വിൽക്കണ്ട. എന്തിനാ ദേവമംഗലം വിൽക്കണ്ടേ? അതിന്റെ കാര്യം എന്താ?
ദേ ഇങ്ങനത്തെ പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേനും ബാലേട്ടൻ ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കും എന്ന് ചോദിക്കുക. ഗോമതി, നിനക്ക് വല്ലാത്ത മാറ്റങ്ങളൊക്കെയാ. നേരത്തെ എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെയൊന്നും സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. ഇപ്പം നീ നിനക്ക് ആകെ ഒരു മാറ്റം ഉള്ളെന്ന് പറയാം. അത് പിന്നെ ബാലേട്ടാ, എനിക്ക് മനസ്സിലായി. മീനാക്ഷി വന്നതിനെ പിന്നെ നിനക്ക് ഒത്തിരി മാറ്റമുണ്ട്. ഗോമതി എന്ന് ആലോചിച്ച് ശരിയാ, മീനാക്ഷി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. അതുകൊണ്ട് മാത്രം നേരത്തെ ബാലേട്ടന്റെ മുന്നേ ഒന്ന് താൻ സംസാരിക്കുന്നത് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയോ ഈ ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് പോലും അറിയത്തില്ല. ഈ സമയം ഗോമതി പറഞ്ഞു, എന്തൊക്കെയാണല്ലോ ശരി, ഈ ദേവമംഗലം വിൽക്കുന്ന പ്രശ്നമില്ല. ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ താമസിക്കും. അങ്ങനെ എന്തേലും മോഹം ഉണ്ടെങ്കിൽ ബാലേട്ടന്റെ മനസ്സിൽ അതങ്ങോട്ട് മാറ്റിയേക്കാൻ പറയാണ്. പിന്നീട് കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് കിടക്കുവാണ്. ഈ സമയത്ത് ആകാശിന്റെ മുറിയില് മീനാക്ഷി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഈ സമയം ആകാശ് പറഞ്ഞു, മീനു, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. എന്ത് സംശയങ്ങള്? നീ ശ്രദ്ധിച്ചോ? ദേ എല്ലാവരുടെ മുന്നിൽ ആരിനും മീനാക്ഷി ഭയങ്കര പെർഫെക്റ്റാ. പക്ഷെ എങ്കിലും മുറി ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുന്നില്ലേന്ന് എനിക്കൊരു സംശയം. ഒച്ചപ്പാടും ബഹളം അതെന്താ? അവർ തമ്മിൽ വഴക്കാണോന്ന് എനിക്കൊരു സംശയം. എല്ലാരും പറയുന്ന പോലെ അവർ തമ്മിൽ സ്നേഹിച്ച് കെട്ടിയതാണെന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. അതെന്താ ആവശ്യമായിട്ട് അങ്ങനെ പറഞ്ഞേ? പെട്ടെന്ന് മീനുവിന്റെ സംശയം, ദൈവമേ ഇനി എന്തേലും കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ആ സ്വർണത്തെ കുറിച്ച് ചോദിച്ചിട്ട് എന്താ അവൻ ഒരു അക്ഷരം പോലും പറയാത്തെ? ഈ 101 പവന്റെ സ്വർണം 2 ദിവസം കൊണ്ട് അവൻ എന്താണെങ്കിലും താറുമാറാക്കി കളയില്ല. ഇതിന് മാത്രം ചെലവ് അവൻ എന്താ വന്നിരിക്കുന്നെ? ഒരു കല്യാണം നടത്തിയതോ? ഒളിച്ചോട്ട വിവാഹമല്ലായിരുന്നോ? ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചൊന്ന് താലി കെട്ടി. അതിന് ഈ പറയുന്ന പോലെ 10,000 രൂപ അത്ര മതി. അതിന് ലക്ഷങ്ങളൊന്നും വേണ്ടല്ലോ. ലക്ഷങ്ങളും കോടികളുടെ ഒന്നും ആവശ്യമില്ലോ എന്ന് പറയാം. പക്ഷേങ്കില് ഒന്നെങ്കിൽ അവന്റെ ആ പണം മോഷണം പോയിട്ടുണ്ട്, പണവും സ്വർണവും മോഷണം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ എന്തോ വലിയ കള്ളത്തരം മറച്ചു വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നീ ശ്രദ്ധിച്ചോ, ധർമ്മമാമനോട് ഇന്ന് വരെ അവൻ എതിർത്ത് സംസാരിക്കാത്തവനാ. ഇപ്പൊ കണ്ടില്ലേ അവൻ എതിർത്ത് സംസാരിക്കുന്ന കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞേ. ദേ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കണ്ട. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എതിരായിട്ടും. അവര് തമ്മിൽ നല്ല സ്നേഹമാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നിന്റെ തോന്നലാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയുന്നുണ്ട് ഞാൻ കാരണോ ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ. അതും എനിക്ക് സംശയം ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇവരുടെ പ്രണയം അമ്മയ്ക്ക് അറിയായിരുന്നോ? ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു, അമ്മയ്ക്കറിയാമെങ്കിൽ അമ്മ എല്ലാവരോടും പറയണ്ടല്ലേ. അമ്മയുടെ മനസ്സിൽ ഇങ്ങനത്തെ കള്ളത്തരം ഒന്നും ഇരിക്കത്തില്ല. എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിലോ ഉറപ്പായിട്ടും അമ്മ അത് പുറത്തു പറയും. നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അമ്മ ഏതാ അച്ഛനോട് പറയും. അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേന്ന് ചോദിക്കും. അത് ശരിയാ, പക്ഷെ അധികം വൈകാതെ ഞാൻ കണ്ടെത്തും. ഞാൻ അങ്ങനെ എന്തേലും അവൻ കള്ളത്തരം കാണിക്കുന്നാണെങ്കിൽ അവന്റെ കള്ളത്തരം ഞാൻ പൊളിച്ചെടുക്കുമെന്ന് പറയാം. നമുക്ക് കിടക്കാന്ന് പറയാണ്. അങ്ങനെ അവര് കിടക്കുവാണ്. ഈ സമയം ഏറ്റവും ടെൻഷൻ ആയിട്ടിരിക്കുന്ന ആള് ധർമ്മനായിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ സംഭവവികാസങ്ങളൊക്കെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ആനന്ദം കൂടെ ഉണ്ടായിരുന്നു. പോട്ടെ ധർമ്മമാമ, ഇനി എന്താണോ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. വിഷമല്ലടാ, ഒരു തെറ്റും ചെയ്യാതെ ഞാൻ അടി വാങ്ങിച്ചിരിക്കുന്നത്. എന്തേലും തെറ്റ് ഞാൻ ചെയ്തിട്ടാണേ കുഴപ്പമില്ല. മിത്ര ആര്യനും തമ്മിൽ വിവാഹം കഴിച്ചാല് എനിക്ക് ഒരു പങ്കുമില്ല. അത് അവർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് ഇനി ഞാൻ അങ്ങോട്ട് പോണില്ല എന്ന് പറയാം. ഇങ്ങനൊന്നും പറയല്ലേ. അപ്പോഴത്തെ ദേഷ്യത്തിന് ചിലപ്പോൾ തല്ലിയതായിരിക്കും. അവർക്ക് ചിലപ്പോൾ തോന്നിക്കാണുമായിരിക്കും ഇനിയിപ്പോ മാമനാണ് മിത്രനെ അവിടുന്ന് കടത്തിയെന്നൊക്കെ. അതുകൊണ്ടായിരിക്കും ചെയ്തേ. മാമൻ എന്തിനു സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? മാമൻ അങ്ങനെ ചെയ്തിട്ടില്ലോ, പിന്നെ എന്താ കുഴപ്പം? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയും ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഇത്രയും കാലമായി ആരിന് ഒരു വാക്ക് പറഞ്ഞോ മിത്രയുമായിട്ട് അടുപ്പത്തിലാന്നുള്ള കാര്യം? അല്ല ആനന്ദ, നിനക്ക് തോന്നുന്നുണ്ടോ അവർ തമ്മിൽ അടുപ്പത്തിലാന്ന്? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. എന്തോ അവര് തമ്മിൽ സ്നേഹിച്ചു കിട്ടിയതാന്ന് എനിക്ക് ഇതിലായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ആരിന്റെയും മിത്രയുടെ സ്വഭാവം നേരെ ഓപ്പോസിറ്റ് സ്വഭാവങ്ങളാ. അവർ തമ്മിൽ ഒന്നിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. എപ്പൊ നോക്കിയാലും കീരിയും പാമ്പും പോലെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാ സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്ന്. ഇത് കേട്ട ആനന്ദ് പറഞ്ഞു, അതൊക്കെ ചിലപ്പോൾ നമ്മുടെ തോന്നലായിരിക്കും. പുറമെ അവരങ്ങനെ അടി വഴക്കുണ്ടാക്കുന്ന അഭിനയിച്ചാലും പക്ഷെ ഉള്ളിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവർ സ്നേഹിക്കുമായിരിക്കും. നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാം. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. എന്നാലും ആരും നേരത്തെ ഒന്നും എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ സ്വർണത്തിന്റെ കാര്യം പറയുമ്പോ തന്നെ അവൻ ദേഷ്യപ്പെടുന്നേ. അതിനർത്ഥം എന്താ? അവന്റെ ഇല്ല ആ സ്വർണ്ണമില്ല. ആ സ്വർണം എവിടെ പോയി എങ്ങനെ പോയെന്ന് അവൻ പറയുന്നില്ല. കള്ളന്മാരടിച്ചിട്ട് പോയതാണെങ്കിൽ കള്ളന്മാരടിച്ചിട്ട് പോയെന്ന് പറയണ്ടേ? അത് അവൻ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനർത്ഥം എന്താ? അപ്പൊ അവൻ എന്തോ ഒരു ചതിക്കുഴിയിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നണെന്ന് പറയാം. ഇനിയിപ്പൊ അങ്ങനെ എന്തേലും ഉണ്ടെ നമ്മുടെ ആരും നമ്മളിന്ന് മറച്ചു വെക്കോ? മാമ വെയിറ്റ് ചെയ്യ, നമുക്ക് നോക്കാന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. പതിവ് പോലെ തന്നെ മീനാക്ഷി രാവിലെ കോലമൊക്കെ വരയ്ക്കുകയാണ്. ഈ സമയം മിത്ര
കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വന്നു. മീനാക്ഷി ചോദിച്ചല്ല, നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലെന്ന് ചോദിക്കുക. കോളേജിലോ? എങ്ങനെ പോവാനാ ചേച്ചിന്ന് ചോദിക്കുക. ദേ, കോളേജിൽ പോകണം, പഠിക്കണം. ദേ, നീ പഠിത്തമൊന്നും ഉഴപ്പരുത്. നിനക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ടെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് നീ കോളേജിൽ പോയി പഠിക്കണമെന്ന് പറയാം. പിന്നെ ആരിനും ഉണ്ടല്ലോ, രണ്ടുപേർക്കും ഒരുമിച്ച് പോയാൽ പോരെന്ന് ചോദിക്കാം. ഇത് കേട്ടത് മിത്ര പറഞ്ഞു, എനിക്കറിയില്ല ചേച്ചി, കോളേജിലേക്ക് ചെല്ലാനായിട്ട് ഭയങ്കര മടിയാ. കോളേജിലെ ഫ്രണ്ട്സൊക്കെ കളിയാക്കല്ലേന്ന് ചോദിക്കാം. ദേ, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറയാം. ഈ സമയം മിത്രയുടെ ഉള്ളിലേക്ക് പല പല ചിന്തകളും കടന്നു പോവാ. ആരെന്ന് പറഞ്ഞാൽ തനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. തന്റെ ഫ്രണ്ട്സിനെല്ലാം നന്നായിട്ടറിയാം. അവരൊക്കെ ഓരോന്ന് പറയുന്ന സമയത്ത് അവരെല്ലാം താൻ ചീത്ത പറഞ്ഞിട്ടുള്ളൂ. അവർക്കും അറിയാവുന്ന കാര്യമാ ആരും താനും ആജന്മ ശത്രുക്കളാന്നുള്ള കാര്യം. തങ്ങൾ രണ്ടും വിവാഹം കഴിച്ച് അങ്ങ് ചെല്ലുക എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. അവരോടൊക്കെ എന്തായിരിക്കും സമാധാനം പറയുക? അത് മാത്രമല്ല, മിഥുനെ കുറിച്ച് അറിയാവുന്ന ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് താനും. അപ്പൊ താൻ മിഥുനെ ഉപേക്ഷിച്ച് ആരിനെ കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ അവരെന്തായിരിക്കും പറയുന്നുണ്ടായിരിക്കുക? അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷനായിരുന്നു മിത്രയ്ക്ക്. ഈ സമയം ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി വന്നിട്ട് ചോദിച്ചു, അല്ല മിത്രമാളെ, നീ കോളേജിൽ പോകുന്നില്ലേന്ന് ചോദിക്കുക. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അതിനെക്കുറിച്ച് തന്നെ ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നീ വീട്ടിൽ ഇരിക്കേണ്ട മോളെ, കോളേജിൽ പോയി പഠിക്കുക, ഇത് ജോലി വാങ്ങിക്കുക. ഇപ്പൊ തന്നെ മീനാക്ഷിനെ കണ്ടില്ലേ, അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനൊരു ജോലിയുണ്ട്. മോള് പഠിത്തം ഉഴപ്പരുത്, പോയി പഠിക്കണമെന്ന് പറയാണ്. പിന്നീട് അമ്മ ആരിനെഴുന്നേക്കുവാണ്. ആരിനെഴുന്നേറ്റ് പതിവ് പോലെ തന്നെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിച്ച് ഫുഡും കഴിച്ച് കോളേജിലേക്ക് പോകാൻ റെഡിയാവാണ്. ഈ സമയം ഇത്ര റെഡിയായി. അങ്ങനെ രണ്ടുപേരും റെഡിയായിട്ടിരിക്കുമ്പോൾ ആരും ചോദിച്ചു, ഓഹോ, നീയും കോളേജിലേക്ക് അല്ലേന്ന് ചോദിക്കുക. പിന്നെ എനിക്ക് പിന്നെ പഠിക്കണ്ടേന്ന് ചോദിക്കും. പിന്നെ ഒരു പഠിത്തക്കാരി വന്നിരിക്കുന്നു, എന്നെ കൂടൊന്നും പറയിക്കരുത്. നീ പഠിക്കാനാണോ പോയതോ അതോ ഇപ്പൊ ലൈൻ അടിക്കാനോ പോയിക്കൊണ്ടിരുന്നേന്ന് ചോദിക്കാം. ആര്യ വെറുതെ എന്നെ രാവിലെ ദേഷ്യം പിടിപ്പിക്കലെന്ന് പറയും. ഞാനുള്ള കാര്യമല്ല പറഞ്ഞേ. നീ പഠിക്കാൻ പോവായിരുന്നില്ലോ ചെയ്തോണ്ടിരുന്നേ. നീ ആ മിഥുനെ കാണാനും സംസാരിക്കാനല്ലേ പോയിക്കൊണ്ടിരുന്നേ. കുഴപ്പമില്ല, ഒരു കാമുകൻ ഉണ്ടായിരുന്നു നിനക്ക്. ഒരു കാമുകൻ തേച്ചിട്ട് പോയെങ്കിൽ എന്താ, ഇപ്പൊ വേറൊരു കാമുകൻ ഉണ്ടല്ലോ. കാമുകനല്ല, ഭർത്താവ് ഉണ്ടല്ലോ എന്ന് പറയാം. ഇത് കേട്ടത് മിത്രയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. ദേഷ്യത്തോടൊപ്പര് ഭയങ്കര സങ്കടം വന്നു. തന്നെ ഇങ്ങനെ ചെറുതാക്കി ആര്യം പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം മിത്രയുടെ സങ്കടം കണ്ടപ്പോൾ ആരിന് തോന്നി അത്രയും പറയേണ്ടിയിരുന്നില്ല, അത്രയും കടുപ്പിച്ച് അവളോട് പറയേണ്ടിയിരുന്നില്ലെന്ന് ആരിനും തോന്നുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.